السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വളരെ പരിശുദ്ധമായ റമളാൻ മാസം ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളിലേക്ക് എത്തുകയാണ്. അള്ളാഹു എല്ലാ ബഹുമാനത്തോടെയും ആദരവോടെയും ആ റമളാനിനെ സ്വീകരിച്ച് ഇബാദത്തുകൾ കൊണ്ട് അതിൻ്റെ രാപ്പകലുകൾ ധന്യമാക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമളാനിൻ്റെ ആ വരവ് തന്നെ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണാം, മൻ ഫറഹ ബിദുഖൂലി റമളാന, റമളാനിൻ്റെ വരവ് കൊണ്ടൊരാൾ സന്തോഷിച്ചാൽ ഹറമല്ലാഹു ജസദഹു അലന്നീറ, ആ മനുഷ്യൻ്റെ ശരീരത്തെ അള്ളാഹു നരകത്തിൻ്റെ മേൽ നിഷിദ്ധമാക്കി. അപ്പോൾ റമളാന് ആകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലേക്കൊരു സന്തോഷം ഉണ്ടായാൽ, റമളാൻ വരികയാണ്, നോമ്പെടുക്കണം, തറാവിഹ് നിസ്കരിക്കണം, ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം, ധാരാളം ദുആ ചെയ്യണം, നന്മകൾ ചെയ്യണം, ധർമ്മം ചെയ്യണം, നോമ്പ് തുറപ്പിക്കണം, ഇങ്ങനെയുള്ള ആ ഒരു സന്തോഷങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ആ മനുഷ്യനിക്ക് നരകം ആ മനുഷ്യൻ്റെ മേൽ നിഷിദ്ധമാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മാത്രമല്ല, റമളാനിൻ്റെ ആദ്യത്തെ രാവ് വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിൻ്റെ ആദ്യത്തെ രാവ് വന്നാൽ യഖൂലുല്ലാഹ്, അള്ളാഹു പറയുന്നതാണ്, മൻ സല്ലദി യുഹിബ്ബുനാ ഫനുഹിബ്ബു, ആരാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത് നാം അവനെയും ഇഷ്ടപ്പെടും. മൻ സല്ലദി യത്ലുബുനാ ഫനത്ലുബു, ആരാണ് നമ്മൾ അന്വേഷിക്കുന്നത് നാം അവനെയും അന്വേഷിക്കുന്നതാണ്. വമൻ സല്ലദി യസ്തഗ്ഫിറുനാ ഫനഗ്ഫിറു ലഹു ബിഹുർമത്തി റമളാൻ, ആരാണ് നമ്മളോട് പൊറുക്കലിനെ തേടുന്നത് വിശുദ്ധമായ റമളാനിൻ്റെ ബഹുമാനം കൊണ്ട് നാം അവനിക്ക് പുറത്തു കൊടുക്കും. അള്ളാഹു പറയാണ്, ഫയമുറുല്ലാഹു തആല, അള്ളാഹു കൽപ്പിക്കും അവൻ്റെ ബഹുമാനികളായ എഴുത്തുകാരായ മലക്കുകളോട്, വിശുദ്ധമറായ റമളാനിൽ ഈ മനുഷ്യനെ എഴുതും, ഈ മനുഷ്യനെ എങ്ങനെ എഴുതണം എന്ന് അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കും. ബിഅയ്യക്തുബൂ ലഹുമുൽ ഹസനാത്ത്, നന്മകൾ ഇവർക്ക് എഴുതണം. വലാ യക്തുബു അലൈഹിമുസ് സയ്യിആത്ത്, തിന്മകൾ എഴുതാൻ പാടില്ല. ഇവർക്ക് നന്മകൾ എഴുതാവൂ. മാത്രല്ല വയംഹുല്ലാഹ്, അല്ലാഹു തആല മായ്ച്ച് കളയുന്നതാണ്, അന്നും സുനൂബഹുൽ മാളിയ, കഴിഞ്ഞു പോയ അവരുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനൊരു മാസം നമ്മളിലേക്ക് വരികയാണ്. റമളാനിൻ്റെ ആ പവിത്രതയും റമളാനിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളും നമ്മളൊക്കെ അറിയുകയാണെങ്കിൽ, പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ തഅലമു ഉമ്മതി മാ ഫി റമളാൻ, റമളാനിലുള്ള മഹത്വങ്ങൾ എൻ്റെ സമുദായം അറിയുമായിരുന്നെങ്കിൽ ലതമന്നൗ അൻ തകൂന സന, അവരാഗ്രഹിച്ചു പോകും കാലം മുഴുവനും വർഷം മുഴുവനും റമളാനായെങ്കിൽ എന്നവരാഗ്രഹിച്ചു പോകും.
അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമളാനിൻ്റെ മഹത്വം എൻ്റെ സമുദായം മനസ്സിലാക്കുമായിരുന്നെങ്കിൽ കാലം മുഴുവനും റമളാനായെങ്കിലെന്ന് അവരാഗ്രഹിച്ചു പോകും. കാരണം എന്തുകൊണ്ട്? ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുകയാണ്, ലിഅന്നൽ ഹസനത ഫീ മുജ്തമഅ, അതിൽ നന്മകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. വത്താഅതു മഖ്ബൂല, ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്ന മാസമാണ്. വദ്ദഅവാതു മുസ്തജാബ, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന മാസമാണ്. വസ്സുനൂബു മഗ്ഫൂറ, ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ്. വൽ ജന്നതു മുഷ്താഖത്തുൽ ലഹും, സ്വർഗം അവരെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും, കൊതിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം കൊതിച്ചു കൊണ്ടിരിക്കും. കാരണം എന്തുകൊണ്ട്? റമളാനിലെ നോമ്പെടുത്ത ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? സ്വർഗത്തിന് 8 വാതിലുകളാണുള്ളത്. അതിൽപ്പെട്ട ഒരു വാതിലിൻ്റെ പേരാണ് റയ്യാൻ. ആ റയ്യാനിലൂടെ അള്ളാഹു തആല അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ ദാവൂദ് ത്വായി എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു സൂഫി വര്യൻ പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, വലബനി അന്നഹു ഫീ ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിൻ്റെ ആദ്യത്തെ രാവിലെ എനിക്ക് ഉറക്കം ഇങ്ങനെ മികച്ചു വന്നപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. ഇബാദത്ത് ചെയ്യണമെന്നാണ് ആഗ്രഹം, പക്ഷെ ഉറക്ക് കഠിനമായി വന്നപ്പോൾ എനിക്ക് ഉറങ്ങേണ്ടി വന്നു. അങ്ങനെ ഞാൻ സ്വർഗം കണ്ടു. അദ്ദേഹം പറയാണ്, ഞാൻ മുത്തിനാലും യാക്കൂത്തിനാലും മുത്തിനാലും മാണിക്യത്താലും ഉള്ള ഒരു പുഴക്കരികിൽ ഞാൻ ഇരിക്കുകയാണ്. ഒരു പുഴയുടെ അരികിൽ ഞാൻ ഇരിക്കുകയാണ്. അങ്ങനെ ഇത് റഅയ്തു ജവാരിയൽ ജന്ന, സ്വർഗത്തിലെ ഉറുലിങ്ങളായ സുന്ദരികളായ പെണ്ണുങ്ങളെ ഞാൻ കണ്ടു. കഅന്നഹുന്ന ശംസ് മിൻ നൂരി വജ്ഹിന്ന, അവർ സൂര്യനെ പോലെ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നതാണ്. സൂര്യനെ പോലെ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്ന പെണ്ണുങ്ങൾ. ഖുൽതു, ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എനിക്ക് അത്ഭുതമായി. ഈ ഒരു കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ അവരും പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് അവർ പറയാണ്, നഹ്നു ലിൽ ഹാമിദീന സ്സായിമീന അർറാക്കിഈന സാജിദീന ഫീ ശഹ്രി റമളാൻ. ഞങ്ങൾ ആർക്കാണെന്നറിയോ? ഞങ്ങൾ ആർക്കുള്ള ഇണകളാണെന്നറിയോ? അതിൽ ഹാമിദീന, അള്ളാഹുവിന് ഹംദ് ചെയ്തവരാണ്. അസ്വായിമീന, നോമ്പെടുത്തവരാണ്. അറാഖീന, റുകൂ ചെയ്തവരാണ്. അസാജിദീന, സുജൂദ് ചെയ്തവരാണ്. ഫീ ശഹ്രി റമളാൻ, റമളാൻ മാസത്തിൽ സുജൂദും റുകൂഉം നോമ്പും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടിയ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഞങ്ങളെന്ന് ആ സ്വർഗീയമായ സുന്ദരികളായ സ്ത്രീകൾ മഹാനായ ദാവൂദ് ത്വായിയോട് പറഞ്ഞു സ്വപ്നത്തിൽ. കാരണം എന്തുകൊണ്ട് അവർ പറയാണിതല്ലേ? വലിദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് തന്നെയാണല്ലോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്. അൽ ജന്നത്ത് മുഷ്താഖത്തുൻ ഇലാ അർബഅതി നഫർ, 4 കൂട്ടം ആളുകളെ സ്വർഗം കൊതിക്കും. 4 കൂട്ടം ആളുകളെ സ്വർഗം കൊതിക്കും, സ്വർഗം ആഗ്രഹിക്കും. ഒരു കൂട്ടരാരാ? താലിയൽ ഖുർആൻ, ഖുർആനിനെ ഓതിയവരാണ്. 2 ഹാഫിളുൽ ലിസാൻ, നാവിനെ സൂക്ഷിച്ചവരാണ്. 3 മുതഇമുൽ ജിആൻ, വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തവരാണ്. 4 വസായിമീന ഫീ ശഹ്രി റമളാൻ, റമളാനിൽ നോമ്പെടുത്തവരാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം എന്തുകൊണ്ട്? റമളാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള വാതിലേതാണെന്നറിയോ? സ്വർഗത്തിൻ്റെ
ഈ റയ്യാൻ എന്ന് പറയുന്ന വാതിലിലൂടെയാണ് അവർ സ്വർഗത്തിലേക്ക് പോവുക എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, റമളാനിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ ഏറെ പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു വീഡിയോ ആകണം ഇത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതാണ്. നിങ്ങളൊക്കെ ഇത് ഷെയർ ചെയ്യണം, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ ഇത് എത്തിക്കണം. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു റമളാനിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു പക്ഷേ അടുത്ത റമളാന് സ്വീകരിക്കാൻ നമുക്ക് ആയുസ്സുണ്ടാകുമോ എന്നറിയില്ല. അള്ളാഹു നമ്മൾ ഈ റമളാനിൽ ധാരാളം നന്മകൾ ചെയ്ത് ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം കിട്ടി റമളാനും ഖുർആനും നാളെ റബ്ബിൻ്റെ അടുക്കൽ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ അള്ളാഹു നമ്മളെ ഈ വീഡിയോ കേൾക്കുന്നവരെ, ഇത് ഷെയർ ചെയ്യുന്നവരൊക്കെ ഉൾപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.